ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കവിത ഷുഗർ ആൻഡ് സ്പൈസ്. നമ്മൾ ഇന്ന് ഒരു ഇറ്റാലിയൻ ഡെസേർട്ടായ ടിരമിസു ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു 3-4 സ്റ്റെപ്പായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പായിട്ട് നമുക്ക് ഒരു എഗ് മിക്സ്ചർ ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു ഹീറ്റ് പ്രൂഫ് ബോൾ എടുത്ത് അതിൽ ഒരു 6 എഗ് യോഗ്സ് ഇട്ടിട്ട് നമുക്കിതിന് മുകളിലായിട്ട് വെക്കാം. ഒരു വിസ്ക് വെച്ച് അത് ഒന്ന് സ്മൂത്തായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര കൂടി ചേർത്ത് തുടരെ ഇളക്കി കൊടുക്കുക. വിസ്ക് വെച്ച് ഇളക്കി നല്ല ഒരു പെയിൽ യെല്ലോ കളർ ആവുന്ന വരെ വിസ്ക് ചെയ്തെടുക്കണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, എപ്പോഴും തീ ലോയിലായിരിക്കണം. നമ്മുടെ വെള്ളം തിളയ്ക്കാൻ പാടില്ല. ഒരു ചെറിയൊരു ചൂട് മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. ഇതിലേക്ക് ഇനി ഒരു 2 ടേബിൾ സ്പൂൺ പാല് കൂടി ഒഴിച്ച് ഇതുപോലത്തെ ഒരു ഫ്ലോയി കൺസിസ്റ്റൻസി ആക്കി നമുക്കത് തണിയാനായിട്ട് മാറ്റി വയ്ക്കാം. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമ്മൾ ഒരു ഡിക്കോക്ഷൻ ഉണ്ടാക്കുകയാണ്. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 3/4 കപ്പ് ചൂടുവെള്ളം ഒഴിക്കാം. അതിലേക്ക് 2 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇടാം. ഞാനിവിടെ നമ്മുടെ ബ്രൂ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 3.5 ടേബിൾ സ്പൂൺ കലൂവ റം അല്ലെങ്കിൽ കോഫി ലിക്യൂർ ഒഴിച്ച് മിക്സ് ചെയ്ത് നമുക്കിത് ആദ്യം നന്നായി തണിയാനായിട്ട് മാറ്റി വെക്കണം. ഈ ഒരു സാധനമാണ് ഇതിന് ആ ഒരു ടിരമിസുവിൻ്റെ ഫ്ലേവർ തരുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ്, നമുക്ക് വിപ്പ് ക്രീം റെഡിയാക്കണം. അതിനായിട്ട് ഞാനിവിടെ 1.5 കപ്പ് ഹെവി വിപ്പിംഗ് ക്രീം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ വെനില എസൻസും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി ഫ്ലഫി ആവണ വരെ വിപ്പ് ചെയ്ത് അത് നമുക്കൊരു ഭാഗത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് സ്റ്റെപ്പ് നമ്പർ 4 എന്താണെന്ന് നോക്കാം. നമ്മുടെ എഗ് മിക്സ്ചർ ഇവിടെ റൂം ടെമ്പറേച്ചറിൽ എത്തിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മാസ്കപ്പോൺ ചീസ് ചേർക്കാനുണ്ട്. ഇതാണ് ടിരമിസുവിൽ എപ്പോഴും യൂസ് ചെയ്യുന്ന ചീസ്. അപ്പോൾ വേറെ എന്തെങ്കിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ടേസ്റ്റിൽ കുറച്ച് മാറ്റം ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ ജെൻറ്റിലായിട്ട് ഇതിലേക്ക് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഒരിക്കലും വിസ്ക് ചെയ്യരുത്, കാരണം അതിൻ്റെ കൺസിസ്റ്റൻസി ആകെ മാറിപ്പോവും. ഇതിവിടെ കറക്റ്റായിട്ട് നല്ല പെർഫെക്റ്റായി മിക്സ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വിപ്പ് ക്രീം ചേർത്ത് കൊടുക്കാം. വിപ്പ് ക്രീം ചേർക്കുമ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, കുറച്ചായിട്ട് ചേർത്തിട്ട് വീണ്ടും ഇതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുക. വിസ്ക് ചെയ്യരുത്. നമ്മൾ മുഴുവൻ വിപ്പ് ക്രീം ഒരുമിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റായിട്ട് അങ്ങോട്ട് മിക്സായി കിട്ടില്ല. അപ്പോൾ ഇത് ഏകദേശം ഇങ്ങനെയാണ് വേണ്ടത്. നല്ലൊരു സ്മൂത്തായിട്ട് ഉള്ള ഒരു മാസ്കപ്പോൺ മിക്സ്ചർ റെഡി ആയിട്ടുണ്ട്. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതിൻ്റെ ഫൈനൽ അറേഞ്ചിങ്ങും ലെയറിങ്ങുമാണ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 200 ഗ്രാം ലേഡി ഫിംഗേഴ്സ് എടുത്തിട്ടുണ്ട്. ഇതിന് സ്പഞ്ച് ഫിംഗേഴ്സ്, സ്പഞ്ച് ബിസ്ക്കറ്റ്, അങ്ങനെ പല പേരും ഉണ്ട്. ഇത് നമുക്ക് നേരത്തെ തയ്യാറാക്കി തണുപ്പിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഡിക്കോഷനിൽ ഒരു 2 to 3 സെക്കൻഡ്സ് ഒന്ന് മുക്കുക. അതൊന്ന് ഡ്രിപ്പ് ചെയ്തതിന് ശേഷം നമുക്കൊരു 11/7 ഇഞ്ച് പാനിലേക്ക് അറേഞ്ച് ചെയ്ത് വെക്കാം. നമ്മുടെ ആ പാക്കറ്റിലുണ്ടായിരുന്ന ലേഡി ഫിംഗേഴ്സിൻ്റെ പകുതിയാണ് നമ്മൾ ഈ ബോട്ടം ലെയറിൽ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. അതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ മാസ്കപ്പോൺ മിക്സ്ചറിൻ്റെ പകുതി ഭാഗം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു സ്പാച്ചുല വെച്ച് നമുക്കത് വളരെ നല്ല നീറ്റായിട്ട് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതേ പ്രോസസ്സ് ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ ബാക്കിയുള്ള ലേഡി ഫിംഗേഴ്സൊക്കെ ഡിക്കോഷനിൽ സോക്ക് ചെയ്ത് ഇതിന് മുകളിലായിട്ട് അറേഞ്ച് ചെയ്ത് വെക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള മുഴുവൻ മാസ്കപ്പോൺ മിക്സ്ചറും ഇതിന് മുകളിലിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല നീറ്റായിട്ട് ലെവൽ ചെയ്തെടുക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കിതിന് മുകളിലായി കുറച്ച് അൺസ്വീറ്റഡ് കൊക്കോ പൗഡർ സ്പ്രിങ്കിൾ ചെയ്യണം. അപ്പോൾ ഒരു അരിപ്പയിലിട്ടിട്ട് അതൊന്ന് ഈവണായിട്ട് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ മിനിമം ഇതിനെ 8 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. പക്ഷേ അതിൻ്റെ ശരിയായ ടേസ്റ്റ് കിട്ടണമെങ്കിൽ 24 hours ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. 48 hours ആയാലും കുഴപ്പമില്ല. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി നമുക്ക് നമ്മുടെ ടിരമിസു ഒന്ന് കട്ട് ചെയ്ത് സെർവ് ചെയ്യാം. കട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് 1 മണിക്കൂർ ഫ്രീസറിൽ വെച്ചാൽ നല്ല ഷാർപ്പ് എഡ്ജസ് ഉള്ള ടിരമിസു കിട്ടും. ഇനി ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ടാണ് സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഡെസേർട്ട് ഫ്രീസ് ചെയ്യാം. എന്നിട്ട് കട്ട് ചെയ്യുന്നതിൻ്റെ തൊട്ട മുന്നേ ആയിട്ട് ചെയ്യാനായിട്ട് ഓർത്താൽ മതി. അങ്ങനെ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഇറ്റാലിയൻ ഡെസേർട്ട് ടിരമിസു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ കുറച്ച് കൊക്കോ പൗഡർ സ്പ്രിങ്കിൾ ചെയ്യാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഞങ്ങളുടെ വീട്ടിൽ ടിരമിസു ഉണ്ടാക്കി കഴിഞ്ഞാൽ ആദ്യം പാത്രം കാലിയാക്കുന്ന ആൾ എൻ്റെ 2ാമത്തെ മോൾ അമലയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ റെസിപ്പി ഞാൻ അവൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്ത തവണ വീണ്ടും വ്യത്യസ്തമായൊരു റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.